ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ആദി. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് ഡിസിഷൻസ്, കുറച്ചല്ല കുറെ അധികം ഡിസിഷൻസ് ഓരോ ദിവസവും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഓരോ ദിവസവും എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസിൽ നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. അത് തിരുത്താനും കൂടി പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. പാസ്റ്റിൽ നമ്മൾ കുറെ ഡിസിഷൻസ് എടുത്തു വെച്ചിട്ടുള്ളതിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഡിസിഷൻസും ഉണ്ടാവാം, ചിലപ്പോൾ നല്ലതായിട്ടുള്ള ഡിസിഷൻസും ഉണ്ടായിരിക്കാം. അന്ന് നമുക്കത് ശരിയാണെന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഡിസിഷൻ അന്ന് എടുക്കാൻ തോന്നിയത്. പക്ഷെ അത് തെറ്റാണെങ്കിൽ കൂടി അത് ആലോചിച്ച് പിന്നീടും സമയം കളയുന്നതിൽ നമുക്ക് ഒരു അർത്ഥവുമില്ല. ലൈഫ് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ആവും. എനിക്ക് ആ റിഗ്രറ്റ്സ്, ഞാൻ ചെയ്ത തെറ്റുകൾ, ഞാൻ ഇഷ്ടംപോലെ ഡിസിഷൻസ് തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻസ് എടുത്തതിലെല്ലാം തെറ്റുകൾ ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ ആ റിഗ്രറ്റോട് കൂടി ഞാൻ ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റാതെ പോയത് എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ ആ റിഗ്രറ്റോട് കൂടി ജീവിച്ചാൽ ഒന്നും നേടാനില്ല. അവിടെ വെച്ച് നമ്മുടെ ലൈഫ് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിനെ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് മറ്റെന്നൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം, ലോട്ട്സ് ഓഫ് ടൈം ടു വർക്ക് അപ്പോൺ ദാറ്റ്. സോ അങ്ങനെയല്ല നമ്മുടെ ലൈഫ് വേണ്ടത്. ആ റിഗ്രറ്റ്സ് ഒന്നും നമുക്ക് പാടില്ല. ഇനി ചിലപ്പോൾ ആ റിഗ്രറ്റ്സ് കാരണം നമുക്ക് ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻസിലും ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അത് വേണ്ട. നമുക്ക് അവിടെ വെച്ച് റിഗ്രറ്റ്സിനെല്ലാം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന ഓരോരോ ചലഞ്ചിനും, ഓരോരോ ലൈഫ് ഡിസിഷൻസിനും, അല്ല ഇനി അങ്ങോട്ടുള്ള ഓരോ ലൈഫ് ഡിസിഷൻസിനും നമുക്ക് റിഗ്രറ്റ്സ് ഇല്ലാതെ നമ്മൾ ഇനി ചെയ്യുന്നത് നല്ലതായിരിക്കണം എന്നുള്ള ബോധത്തോടുകൂടി നമുക്ക് ഇറ്റ്സ് മി ആദി സൈനിങ്.